അല്ല, ഇത് സൈബർ കാലഘട്ടമല്ലേ, നവമാധ്യമങ്ങളുടെ കാലമല്ലേ. സൈബർ പോരാളികൾ എന്ന നിലയിൽ സൈബർ ആക്രമണം കേരളീയ സമൂഹത്തിൽ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരിട്ട് ഈ കാര്യം സൂചിപ്പിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ എനിക്ക് കഴിയും. ഒരു ചാനലിൽ ദേശാഭിമാനിയുടെ മുൻ മാധ്യമ പ്രവർത്തകൻ എനിക്കെതിരെ 3 ആരോപണങ്ങൾ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചു. ഒന്ന്, ഞാൻ ലീവ് സറണ്ടർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. 2, ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ അധിക ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിന് അപേക്ഷിച്ചുവെന്നും അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തുവെന്നും ആ കേസിൽ എനിക്കെതിരെ വിധിയുണ്ടായി എന്നുമാണ്. 3-മത്തെ കാര്യം, എനിക്ക് ഷെയർ മാർക്കറ്റിൽ വലിയ നിക്ഷേപമുണ്ട് എന്നാണ്. ഈ 3 കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ലീവ് സറണ്ടർ ചെയ്യുക എന്നുള്ളത് എന്തോ തെറ്റായ കാര്യമാണ് എന്നാണ് ഇവർ ധരിച്ചത്. ഏൺഡ് ലീവുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ആ ലീവ് വിൽക്കാൻ അവകാശമുള്ളതാണ്. ക്രെഡിറ്റിൽ എത്ര ലീവുണ്ടോ അത് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഗവൺമെൻറ്, അതിനനുസരിച്ച് വിൽക്കാൻ കഴിയും. അത് എൻ്റെ ക്രെഡിറ്റിൽ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എത്ര ലീവുണ്ടോ അത് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തത് ഞാൻ 300 ദിവസം സറണ്ടർ ചെയ്ത് 8.5 ലക്ഷം ഉറുപ്പിക വാങ്ങി എന്നുള്ളതാണ്. അപ്പം 300 ദിവസം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. തകരാറുണ്ടോ? എത്ര ദിവസം ചെയ്തു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 37 കൊല്ലത്തെ സർവീസിന് ശേഷം 6 വർഷം സെക്രട്ടറിയായി 2010 റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ആകെ ശമ്പളം 44,000 ഉറുപ്പികയാണ്. ഇനി സാങ്കല്പികമായി 300 ദിവസം തന്നെ സറണ്ടർ ചെയ്തു എന്ന് അംഗീകരിക്കാം. 300 ദിവസം എന്ന് പറഞ്ഞാൽ 10 മാസമാണ് അല്ലേ? അതെ. 44,000 ശമ്പളം ഇൻറ്റു 10 മാസം എന്ന് പറഞ്ഞാൽ 4,40,000 ഉറുപ്പികയാണ്. അത്രയേ കിട്ടൂ ലീവ് സാലറി. അവിടെയാണ് 8.5 ലക്ഷം ഉറുപ്പിക ഞാൻ ലീവ് സാലറി വാങ്ങി എന്ന് ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ 300 ദിവസമൊന്നും ഞാൻ ലീവ് സറണ്ടർ ചെയ്തിട്ടില്ല. എനിക്ക് അത്രയും ലീവ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എത്ര എന്നുള്ളത് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ഇനി അതായാൽ തന്നെ ഈ 8.5 ലക്ഷത്തിൻ്റെ പകുതിയെ കിട്ടൂ. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിൽ കണക്ക് പെരുപ്പിച്ച് കാണിച്ച് ഈ രീതിയിൽ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് ബോധപൂർവം MLA യുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കാര്യമാണ്.